പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിലെ മെയിൻ ഇവന്റ് മത്സരം കഴിഞ്ഞതിന് ശേഷം അങ്കിൾ ഹൗഡിയും അദ്ദേഹത്തിൻ്റെ പടയാളികളും ഡബ്ല്യുഡബ്ല്യുയിലേക്കുള്ള ഒരു അറൈവൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അങ്കിൾ ഹൗഡി അല്ലെങ്കിൽ അങ്കിൾ ഹൗഡി പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ഷൻ അവരുടെ ഒരു അപ്പിയറൻസ് കാണാൻ സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയായിരുന്നു. കാരണം കഴിഞ്ഞ QR കോഡിൽ അങ്കിൾ ഹൗഡി ഒരു ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൗണ്ട് ഡൗൺ അവസാനിപ്പിക്കുന്നത് ഇന്നത്തെ റോ എപ്പിസോഡിലായിരുന്നു. റോ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ ഒരു കൗണ്ട് ഡൗൺ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വി ആർ ഹിയർ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്കിൾ ഹൗഡിയുടെ ആ ഒരു പ്രസൻസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കിയത്. മെയിൻ ഇവൻറ്റിലെ ആ ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരം കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ തന്നെ അങ്കിൾ ഹൗഡിയുടെ ആ ഒരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. നമ്മുടെ പ്രതീക്ഷകളേക്കാൾ മുകളിൽ നിൽക്കുന്ന ആ ഒരു റിട്ടേൺ ആണ് അവർ നമുക്ക് നൽകിയത്. റിട്ടേൺ എന്ന് പറയണോ അതോ വൈറ്റ് 6 എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷൻ്റെ ഡെബ്യൂ ആണോ എന്ന് നമുക്ക് പറയണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയും മുകളിലുള്ള ഒരു ഡെബ്യൂ ആണ് ഒരു ഫാക്ഷൻ എന്ന തലത്തിൽ അവർക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റാണ്. നമുക്ക് ഇതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്, അവരുടെ ഹിസ്റ്ററി എന്താണ് എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. ജസ്റ്റ് ഈ ഒരു ഷോ കണ്ടപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. അപ്പോൾ ഈ വൈറ്റ് 6 എന്ന് പറയുന്ന ഒരു ഫാക്ഷൻ്റെ പേരല്ല നിലവിൽ ഈ ഒരു ഫാക്ഷന് ഡബ്ല്യു യൂസ് ചെയ്യാൻ പോകുന്നത്. സിക്ക് 6 എന്ന് പറയുന്ന ഒരു പേരായിരിക്കും എന്നുള്ളതും ഇതിൽ 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതും അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഡർ അങ്കിൾ ഹൗഡി തന്നെയായിരിക്കും. കൂടാതെ മറ്റ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പങ്കുവെക്കാം. എന്തായാലും ഈ ഒരു പ്രസൻസിലൂടെ അവർ കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ റോയിലൂടെ അവർ കാണിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഡബ്ല്യുഡബ്ല്യുയുടെ ബാക്ക് സ്റ്റേജ് അവർ അടിച്ച് തകർത്ത് അവരുടെ കൺട്രോളിലാക്കിയിട്ടുണ്ട്. കൂടാതെ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഏക റെസ്ലർ അത് ജാഡ് ഗാബിളാണ്. ജാഡ് ഗാബിളിനെയും അവർ ബ്രൂട്ടലായി ആക്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഡെബ്യൂ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അവർ ഏതെങ്കിലും റിങ്ങിലുള്ള ഒരു റെസ്ലറിനെ വന്ന് ആക്രമിച്ചുകൊണ്ടും അവരുടെ ആ ഒരു ഡെബ്യൂ കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ബാക്ക് സ്റ്റേജിൽ ഗൊറില്ല പൊസിഷനിൽ ഒഫീഷ്യൽസിനെയും സ്റ്റാഫിനെയും ജാഡ് ഗാബിളിനെയും ഒക്കെ ആക്രമിക്കുന്നത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം, ആ ഒരു പ്രസൻറ്റേഷൻ്റെ രീതി, അതുപോലെ തന്നെ വൈറ്റ് എവിടെയാണോ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത് അതേ ഒരു രീതിയിൽ തന്നെ അവർക്ക് ഇപ്പോഴും ആ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ബ്രേവ് വൈറ്റ് 2022 ഡബ്ല്യുഡബ്ല്യുയിലേക്ക് റിട്ടേൺ നടത്തിയപ്പോൾ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ റിട്ടേണിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ആയത് അതേ ഒരു രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു ഈ അങ്കിൾ ഹൗഡിയുടെ ഫാക്ഷൻ്റെ ഒരു റിട്ടേണും കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ എൻഡിങ് കിടിലനായിരുന്നു. റോ എപ്പിസോഡ് മൊത്തത്തിൽ കിടലായിരുന്നു. കൂടുതൽ വീഡിയോസ് ഇനി വരുന്ന മണിക്കൂറിൽ പങ്കുവെക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.